ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈ ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് വൈബ്. ആറളം ഫാം ഇഷ്യൂ. അപ്പോൾ ആറളത്തുണ്ടായ ആ ഒരു സംഭവം, കാട്ടാന ആക്രമണം, അതാണിപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരൊക്കെ അവിടെ വൻ പ്രതിഷേധത്തിലാണ്. ആറളം ഫാമിലെ കാട്ടാനയുടെ ആ ഒരു ആക്രമണത്തിൽ വൃദ്ധദമ്പതികൾ മരണമടഞ്ഞിരുന്നു. അതായത് ഞായറാഴ്ചയോട് കൂടിയാണ് സംഭവം നടന്നത്. ഞായറാഴ്ച കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിലാണ് ദമ്പതികളെ ആന കൊലപ്പെടുത്തിയത്. ഇപ്പോൾ തുടർച്ചയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ് കടുവയുടെ ആക്രമണം, അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം. അതോടൊപ്പം അതിരപ്പള്ളിയിൽ ആനയുടെ സാന്നിധ്യം ഇടുക്കിയിൽ അടിക്കടി ഉണ്ടാവാറുണ്ട്. വയനാട്ടിലായിരുന്നു കൂടുതലും. ഇപ്പോൾ വയനാട്ടിൻ്റെ അയൽജില്ലയായ കണ്ണൂരിലേക്കും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആറള ഫാമിനെ കുറിച്ച് നോക്കുമ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഫാമാണ് ആറള ഫാം. ഇത് 1970 സോവിയറ്റിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചതാണ് ആറള ഫാം. 1970 ആരംഭിക്കുമ്പോൾ ഒരു വനപ്രദേശമായിരുന്നു. പിന്നീട് 1970 മുതൽ 75 വരെ ഇത് വനമെല്ലാം വെട്ടിത്തെളിച്ച് തോട്ടവിളകൾക്കായിട്ട് ഇത് ഉപയോഗിക്കുകയായിരുന്നു. അതിനുശേഷം 2004 ജൂൺ 19 കേരള സർക്കാരിന് ഇത് കൈമാറിയത് ആറളം ഫാം. ഫസ്റ്റ് വനപ്രദേശമായിരുന്നു. 1970 വനപ്രദേശമായിരുന്നു. അങ്ങനെയാണിത്. പിന്നീട് 2004 കേരള സർക്കാരിന് ആറളം ഫാം കൈമാറിയത്. 1800 ഹെക്ടറോളമുണ്ട് വിസ്തൃതമുണ്ട് ഈ ഒരു ആറള ഫാമിന്. ആറള ഫാമിലാണ് ഈ ഒരു ഞെട്ടിക്കുന്ന സംഭവം നടന്നതെന്ന് പറയാം. ഏതായാലും വന്യജീവി ആക്രമണം ഇങ്ങനെ കേരളത്തിൽ ഇപ്പോൾ അനുദിനം വാർത്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രയും ആക്രമണങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നത്. ഈ മാസം തന്നെ കുറേ മരണങ്ങൾ സംഭവിച്ചിരുന്നു അവിടെ ഇവിടേക്കായിട്ട്. വയനാട്ടിലെ സംഭവങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിത് ആറളം ഫാമിലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ദമ്പതികളെ ആന കൊന്നതിൻ്റെ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതിഷേധത്തിലാണ് ആറളത്തെ ജനങ്ങളെന്ന് പറയാം. ഏതായാലും നാൾക്ക് നാൾ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തുടരെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ, അല്ലെങ്കിൽ തുടരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു ഞെട്ടിക്കുന്ന കാര്യമാണെന്ന് പറയാം. കാരണം വന്യജീവികൾ തുടരെ നാട്ടിലേക്ക് ഇറങ്ങുന്നു, മനുഷ്യരെ ശല്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മനുഷ്യരെ കൊലപ്പെടുത്തുന്നു രീതിയിലേക്ക് കാര്യങ്ങളിപ്പോൾ കാര്യങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ സിറ്റി മാത്രമേ ഇപ്പോൾ സേഫ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാ വില്ലേജുകളിലേക്കെല്ലാം ഇപ്പോൾ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് വന്യജീവി ശല്യം വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.